ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മേന മലയാളത്തിന് പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള സിനിമ ഇപ്പോൾ വലിയൊരു മാറ്റത്തിന്റെ കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് മലയാള സിനിമയിൽ സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്ന വിധത്തിലുള്ള അത്രയും വയലൻസ് ഉള്ള മാർക്കോ എന്നൊരു ചിത്രം റിലീസായിരിക്കുന്നു. അതും ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വയലൻസ് മൂവി എന്ന് പറയാൻ തരത്തിലുള്ള ഒരു ചിത്രം. കൂടാതെ മോഹൻലാൽ സംവിധാനം ചെയ്തു വരുന്ന ബറോസ് എന്ന 3D ചിത്രം ഇന്ന് റിലീസാവുകയാണ്. ചിത്രത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബറോസ്, ARM പോലെയുള്ള 3D ചിത്രങ്ങൾ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയം നേടി മുന്നേറുന്നു. ഇങ്ങനെ മലയാള സിനിമയിൽ നല്ല മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇടയിൽ തന്നെ മറ്റൊരു വലിയ മാറ്റം കൂടി മലയാളത്തിലെ പല സിനിമകളിലും നമ്മൾ കാണുന്നുണ്ട്. അതായത് മലയാള സിനിമയിൽ മുൻപത്തെ അപേക്ഷിച്ച് നായികമാരുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതായി കാണാം. എല്ലാ സിനിമയിലും എന്നല്ല, എന്നാൽ ചില സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ നടിമാർ ഉണ്ടെങ്കിൽ പോലും അവരെ മെയിൻ നായികമാരായിട്ടൊന്നും കണക്കാക്കാൻ കഴിയാത്ത വിധത്തിൽ എടുത്തു പറയത്തക്ക വലിയ റോളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ റോളുകളിലേക്ക് നടിമാർ ഒതുങ്ങിപ്പോവുകയും പകരം സിനിമ മൊത്തത്തിൽ പുരുഷന്മാരുടെ ഒരു ആധിപത്യത്തിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ ഇങ്ങനെ മലയാളത്തിൽ വന്നിട്ടുള്ള നായികമാർ ഇല്ലാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വലിയ റോളുകൾ ചെയ്തിട്ടുള്ള നായികമാർ ഇല്ലാതെ പോയിട്ടുള്ള ചില സിനിമകളെ കുറിച്ചാണ് ഇവിടെ പറയാനായി പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യത്തേത് കണ്ണൂർ സ്ക്വാഡ്. 2023 റോബി വർഗീസ് സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സ്ക്വാഡ് എന്ന ഒരു റിയൽ ടീമിനെയും ഒരു റിയൽ സംഭവത്തെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം ഒരുക്കിയിരുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി, അസീസ് നെടുമങ്ങാട്, റോണി ഡേവിഡ്, ശബരീഷ് തുടങ്ങിയവരെല്ലാമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കേരളത്തിൽ തുടങ്ങുന്ന ഒരു കേസന്വേഷണം നോർത്ത് ഇന്ത്യ വരെ എത്തി അവിടെ നിന്നും കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുവരുന്ന കഥ വളരെ റിയലിസ്റ്റിക് മൂഡിലാണ് റോബി വർഗീസ് അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. ചിത്രത്തിൽ സുസ്മിത സർ, അഫ്സാന ലക്ഷ്മി തുടങ്ങിയവരെല്ലാം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ കഥയിൽ ആ വേഷങ്ങളെല്ലാം നല്ല ഇമ്പോർട്ടൻസോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവരുടെ റോളുകൾ വെച്ചുകൊണ്ട് ഇവരാണ് ചിത്രത്തിലെ നായകന്മാർ എന്ന് പറയാനും കഴിയുകയുമില്ല. കാരണം അത്രയും വലിയ റോളുകളൊന്നും, നെടുനീളം റോളുകളൊന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല. പകരം ഒന്നോ രണ്ടോ സീനുകളിൽ വന്നു പോകുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ റോളുകളിലാണ് ഇവരെല്ലാം ഒതുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് മമ്മൂട്ടി, ശബരീഷ്, അസീസ്, റോണി തുടങ്ങിയവരുടെയും വില്ലന്മാരുടെയും എല്ലാം പ്രകടനങ്ങളാണ്. ചിത്രത്തിൽ ഉടനീളം ഇവർ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നതും. 2. മഞ്ഞുമൽ ബോയ്സ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഈ ചിത്രം മലയാളത്തിന്റെ സീൻ മാറ്റുമെന്ന് സുഷിൻ ശ്യാം പ്രവചിക്കുകയും അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സുഷിന്റെ ആ ഒരു പ്രവചനം പോലെ തന്നെ മലയാളത്തിലും തമിഴിലുമെല്ലാം സീൻ മാറ്റിക്കൊണ്ട് ഒരുപാട് റെക്കോർഡുകൾ ഈ ചിത്രം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ സ്ക്വാഡ് പോലെ തന്നെ 2006 സംഭവിച്ചിട്ടുള്ള ഒരു റിയൽ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിദംബരം ഈ ചിത്രം ഒരുക്കിയിരുന്നത്. 2006 മഞ്ഞുമലിൽ നിന്നും ഗുണാകേവിലേക്ക് കുറച്ച് കൂട്ടുകാർ യാത്ര പോവുകയും അവിടെ 120 അടിയോളം താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് അവരിലൊരാൾ പെട്ടുപോവുകയും അതിൽ നിന്നും കൂട്ടുകാരെല്ലാം ചേർന്നുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാം സഹായത്തോടുകൂടി അയാളെ എങ്ങനെയാണ് രക്ഷിച്ചിരിക്കുന്നത് എന്നെല്ലാമാണ് ചിത്രത്തിൽ മനോഹരമായി കാണിച്ചിരുന്നത്. സൗബിൻ, ശ്രീനാഥ് ബാസി, ഖാലിർ റഹ്മാൻ, ഗണപതി തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിലെ പ്രധാന റോളുകൾ ചെയ്തിരുന്നത്. റെണി ഉദയകുമാർ, പൂജ മോഹൻരാജ് തുടങ്ങിയവർ ചിത്രത്തിൽ ചെറിയ സ്ത്രീ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട്. ഇതിൽ റെനി ഉദയകുമാറിന്റെ ക്യാരക്ടർ കുറച്ച് പ്രാധാന്യത്തോടുകൂടി തന്നെ വന്നിട്ടുണ്ടെങ്കിലും പൂജ മോഹൻരാജിന്റെ ക്യാരക്ടറിനെക്കാട്ടിലും കുറച്ച് പ്രാധാന്യത്തോടുകൂടി തന്നെ വന്നിട്ടുണ്ടെങ്കിലും കണ്ണൂർ സ്ക്വാഡിന്റെ കാര്യം പറഞ്ഞതുപോലെ ചിത്രത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് മെയിൽ കഥാപാത്രങ്ങളെയാണ് എന്നതുകൊണ്ട് ചിത്രത്തിൽ ഉടനീളം തുടക്കം മുതൽ അവസാനം വരെ ഈ കഥാപാത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചിത്രം പോയിരിക്കുന്നത് എന്നതുകൊണ്ട് സുഭാഷിന്റെ അമ്മവേഷത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ക്യാരക്ടറിനെ ചിത്രത്തിലെ നായികയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പകരം ചിത്രത്തിൽ എടുത്തു പറയത്തക്ക ഒരു നായിക ഇല്ല. പകരം പുരുഷ മേധാവിത്വത്തിൽ നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. 3. ചുരുളി. 2021 വെറൈറ്റി സിനിമകളുടെ സംവിധായകനായിട്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് പുറത്തു വന്ന ചിത്രമായിരുന്നു ചുരുളി. ഉണ്ണിമുകുന്ദൻ നായകനായിട്ടുള്ള മാർക്കോ എന്ന ചിത്രം ഇപ്പോൾ അറിയപ്പെടുന്നത് മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വയലൻസ് മൂവി എന്നാണ്. ഇത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരിപ്പടം എന്ന രീതിയിൽ അറിയപ്പെടാൻ കഴിയുന്ന ചിത്രമാണ് ചുരുളി. മാർക്കോയിലെ അത്രയും വലിയ വയലൻസ് ആണ് ചിത്രത്തെ ടോപ്പ് വയലൻസ് മൂവി എന്ന ലേബലിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഇത്രയും തെറി പറഞ്ഞിട്ടുള്ള മറ്റൊരു പടം ഇല്ല എന്നതാണ് ഇതിനെ ടോപ്പ് തെരിപ്പടമാക്കി മാറ്റുന്നത്. സബ് ടൈറ്റിൽ ഇല്ലാതെ തന്നെ ഏത് ഭാഷക്കാർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള സിമ്പിളും ഹമ്പിളുമായിട്ടുള്ള തെറികളായിരുന്നു ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്നത്. കേരളത്തിലെ പല മലയാളികൾക്കും അറിയാതിരുന്ന, പല ജില്ലക്കാർക്കും അറിയാതിരുന്ന തരത്തിലുള്ള തെറികളും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതും ഈ ചിത്രത്തിലൂടെ കാണിച്ചു തരാൻ സംവിധായകനും മറ്റും കഴിഞ്ഞിട്ടുണ്ട്. ചെമ്പൻ വിനോദ്, വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി, ജോജി ജോർജ് തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിൽ ലീഡിംഗ് റോളുകളിൽ വന്നുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ സിനിമകളെ പോലെ തന്നെ ഈ ചിത്രത്തിലും സ്ത്രീ കഥാപാത്രങ്ങൾ പൊതുവെ കുറവായിരുന്നു. അതിൽ തന്നെ ഷാപ്പിലെ ജോലിക്കാരിയായി വരുന്ന ഒരു സ്ത്രീയും കൂടാതെ പെങ്ങളെന്ന റോളിൽ വരുന്ന ഗീതി സംഗീതയുടെ ക്യാരക്ടർ മാത്രമായിരുന്നു ചിത്രത്തിൽ കുറച്ചെങ്കിലും പ്രാധാന്യത്തോടു കൂടി വന്നിരുന്നത്.
എന്നാൽ ഇവരെയും അങ്ങിങ്ങി വന്നു പോകുന്ന ക്യാരക്ടറുകൾ എന്നല്ലാതെ മെയിൽ ക്യാരക്ടേഴ്സ് ചിത്രത്തിൽ ഉടനീളം നിൽക്കുന്നത് കൊണ്ട് ആ റോളുകളും അവരുടെ ക്യാരക്ടറുകളും വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ക്യാരക്ടറുകൾ നായികാ പ്രാധാന്യമുള്ളതാണെന്ന് കണക്കാക്കാനും പറ്റില്ല. 4. അജഗജാന്തരം. 2021 ടിനു പാപ്പൻ സംവിധാനം ചെയ്തു വന്ന മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസിൽ ഒന്നായിരുന്നു ഇത്. ആന്റണി വർഗീസ്, അർജുൻ അശോകൻ, കിച്ചു ടെല്ലൂസ്, വിനീത് വിശ്വം തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇതിലെ കിച്ചു ടെല്ലൂസും വിനീത് വിശ്വവും ചേർന്നുകൊണ്ട് തന്നെയായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരുന്നത്. ഒരു പൂരപ്പറമ്പിൽ വെച്ച് നടക്കുന്ന നിസാര ഒരു കാര്യം ഊതിപ്പെരുപ്പിച്ച് അത് വലിയ കാര്യമാക്കി മാറ്റി അവസാനം ആളുകളുടെ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ നമ്മളുടെ നാട്ടുമ്പുറങ്ങളിലും മറ്റും ഇത്തരം ഉത്സവ പരിപാടികളിലും മറ്റും അല്ലെങ്കിൽ പെരുന്നാളുകളിലും മറ്റും നടക്കുന്ന സമയത്ത് നിസാര കാര്യങ്ങളിലൂടെ വഴക്കുണ്ടാകുന്നതായി നമ്മൾ കാണാറുണ്ട്. ആ ഒരു തീം തന്നെയാണ് ചിത്രത്തിലേക്ക് വിനീത് വിശ്വവും കിച്ചു ടെല്ലൂസും ചേർന്നുകൊണ്ട് കൊണ്ടുവന്നിരുന്നത്. ഈ പറഞ്ഞവരെ കൂടാതെ തരികിട സാബു, ചെമ്പൻ വിനോദ്, അനിൽ നെടുമങ്ങാട്, സുധി കോപ്പ, ലുക്മാൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. എന്നാൽ ലേഡീസ് റോളിലേക്ക് നോക്കുന്ന സമയത്ത് ശ്രീരഞ്ജിനി അവതരിപ്പിച്ചിട്ടുള്ള മീര എന്ന വിനീത് വിശ്വത്തിന്റെ ലവറായിട്ട് വരുന്ന ക്യാരക്ടറും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പെപ്പയുടെ സ്ഥലം കാണിക്കുമ്പോൾ അവിടെ വധുവായി വന്നിരിക്കുന്ന ആ പെൺകുട്ടിയും മാത്രമാണ് കുറച്ചെങ്കിലും പ്രാധാന്യത്തോടു കൂടി ചിത്രത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ. എന്നാൽ ചിത്രത്തിൽ ഇവർക്കൊന്നും ഒരു നല്ല ഡയലോഗ് കൊടുക്കാതെ അല്ലെങ്കിൽ വലിയ റോളൊന്നും കൊടുക്കാതെ ജസ്റ്റ് ആ വധുവിന്റെ ക്യാരക്ടർ ആ ഒരു പാട്ടുരംഗങ്ങളിൽ മാത്രം മറ്റും വന്നു പോവുകയും മീരയുടെ ക്യാരക്ടർ 1-2 സീനുകളിൽ മാത്രം വന്നു പോവുകയുമാണ് ചെയ്യുന്നത്. 5. ഇലവീഴ പൂഞ്ചിറ. ഷാജി മാറാട്, നിതീഷ് ജി എന്നിവരുടെ തിരക്കഥയിൽ ഷാഹി കബീർ സംവിധാനം ചെയ്ത് 2022 പുറത്തു വന്നിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രമായിരുന്നു ഇലവീഴ പൂഞ്ചിറ. ഷാഹി കബീർ മുന്നേ തിരക്കഥയൊരുക്കിയിരുന്ന നായാട്ട്, ജോസഫ് തുടങ്ങിയ ചിത്രങ്ങൾ പോലെ ഷാഹി കബീർ സംവിധാനം ചെയ്തു വന്നിട്ടുള്ള ഈ ചിത്രവും പോലീസുകാരെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോയിരുന്നത്. ഇലവീഴ പൂഞ്ചിറ എന്ന ടൂറിസ്റ്റ് പ്ലേസിൽ നടക്കുന്ന കഥയിൽ അവിടെയുള്ള 2 പോലീസുകാർക്കിടയിൽ സംഭവിക്കുന്ന റിവെഞ്ചിന്റെ കാര്യമാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. സൗബിൻ ഷഹീർ, സുധീർ കോപ്പ തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിൽ ലീഡിംഗ് റോളുകളിൽ വന്നിരുന്നത്. ഇവരെ കൂടാതെ ജൂഡ് ആന്റണി ജോസഫിനെ പോലെയുള്ള ചിലരും ചെറിയ ചെറിയ വേഷങ്ങളിൽ ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. ചിത്രത്തിൽ ലേഡീസ് റോളിൽ വന്നിരുന്നത് അഖിലാനാഥിന്റെ അമൃത എന്ന ക്യാരക്ടറും അർച്ചന പത്മിനിയുടെ ആ ലവറായിട്ടുള്ള ക്യാരക്ടറും പിന്നെ റിനി ഉദയകുമാറിന്റെ ആ അമ്മ ക്യാരക്ടറുമാണ്. ഇതിൽ അഖിലാനാഥിന്റെ അമൃത എന്ന ക്യാരക്ടറിന് ചിത്രത്തിൽ വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണുള്ളത്. കാരണം ഈ ഒരു ക്യാരക്ടറും സുധി കോപ്പയുടെ സുധി എന്ന ക്യാരക്ടറും ചേർന്നുകൊണ്ട് സൗബിന്റെ മധു എന്ന ക്യാരക്ടറിനെ ചതിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഈ അമൃത എന്നത്. എന്നാൽ ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന അഖിലാനാഥിനെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് 1-2 ചെറിയ സീനുകളിൽ മാത്രമാണ്. സോ നേരത്തെ പറഞ്ഞ സിനിമകളിലെല്ലാം പോലെ തന്നെ ചിത്രത്തിലെ ആ ഒരു ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ ആ റോള് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ടെങ്കിലും അവരാണ് ചിത്രത്തിലെ നായിക എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ റോളൊന്നും ചിത്രത്തിൽ ആ നടിക്ക് കൊടുത്തിട്ടില്ല. രോമാഞ്ചം. 2023 ജിത്തു മാധവൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ഒരു ഹൊറർ കോമഡി ചിത്രമായിരുന്നു ഇത്. ജിത്തു മാധവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെയാണ് ചിത്രത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. ബാംഗ്ലൂരിൽ ഒരുമിച്ച് കഴിയുന്ന 7 കൂട്ടുകാരും ഇവർക്കിടയിലേക്ക് പുറമേ നിന്ന് വരുന്ന കുറച്ച് ആൾക്കാരും ഇവർക്കിടയിലെല്ലാം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഒരു രസകരമായിട്ടുള്ള സ്റ്റോറി ജിത്തു മാധവൻ അവതരിപ്പിച്ചിരുന്നത്. മലയാളത്തിൽ ഹൊറർ കോമഡി ചിത്രങ്ങൾ വരുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളിൽ അത്തരം ചിത്രങ്ങൾ വരുന്നുണ്ടെങ്കിലും അത്ര പേരൊന്നും എടുക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ ഈ ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ അത്രയും പ്രതീക്ഷയൊന്നും പ്രേക്ഷകർക്കില്ലായിരുന്നുവെങ്കിലും ജിത്തു മാധവൻ എന്ന സംവിധായകന്റെ കഴിവിലൂടെ ചിത്രം വമ്പൻ വിജയമായി മാറുകയാണ് ചെയ്തിരുന്നത്. ചിത്രത്തിൽ ലേഡീസ് റോളുകളിൽ വന്നിരിക്കുന്നത് പൂജ മോഹൻരാജിന്റെയും ദീപിക ശിവയുടെയും ക്യാരക്ടറുകളാണ്. എന്നാൽ ഇവരാണ് ചിത്രത്തിലെ നായികയൊന്നും എടുത്തു പറയാൻ സാധിക്കില്ല. പകരം ചിത്രത്തിൽ ഒരു നായിക കഥാപാത്രം ഉണ്ടായിരുന്നു, അനാമിക. ചിത്രത്തിൽ ഉടനീളം ഈ ഒരു നായിക കഥാപാത്രത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെയുള്ള ഒരു വ്യത്യാസം, ഈ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നടിയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുകയില്ല. ഒരു ഷോട്ടിൽ അനാമിക നടന്നു നീങ്ങുന്നതായി കാണിക്കുമ്പോൾ ഏതോ ഒരു നടിയുടെ പുറകുഭാഗം നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിലും അത് ഇന്ന നടിയായിരുന്നു എന്ന് ശബ്ദം കൊണ്ടോ അവരുടെ മുഖത്തിലൂടെ എവിടെയും ചിത്രത്തിൽ കാണിച്ചിട്ടേയില്ല. ഇപ്പോൾ മതിലുകൾ എന്ന മമ്മൂട്ടി ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലും രൂപം കൊണ്ട് ഒരു നായികയെ കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും നാരായണി എന്ന നായിക കഥാപാത്രത്തെ ശബ്ദത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് KPSC ലളിതയാണെന്ന് നമുക്കറിയാം. ചിത്രത്തിൽ ഉടനീളം ഇവരുടെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ ചിത്രത്തിലൂടെ രൂപത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും KPSC ലളിത എന്ന നടിയെ അവർക്ക് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് നായികയായി തന്നെ ചിത്രത്തിൽ ഉടനീളം ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ KPSC ലളിത എന്ന നടി തന്നെയാണ് ശബ്ദം കൊണ്ടെങ്കിലും നായികയായിട്ട് ചിത്രത്തിൽ ഉടനീളം വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം. പകരം ഈ
അനാമികയുടെ കാര്യത്തിൽ ഇങ്ങനെ നായികയെന്ന് പറയത്തക്ക വിധത്തിൽ ശബ്ദം കൊണ്ടോ രൂപം കൊണ്ടോ ഒരു നടിയെയും എടുത്തു തന്നെ എവിടെയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അനാമിക എന്ന ലീഡിംഗ് റോളിൽ വന്നിരിക്കുന്ന ക്യാരക്ടറിനെ ഇന്ന നടിയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തെ കൂടി ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത്. 7 ആവേശം. രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ജിത്തു മാധവന്റെ സിനിമയ്ക്ക് ഒരുപാട് ഹൈപ്പ് ഉണ്ടാവുകയും അങ്ങനെ ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് പുറത്തുവന്ന രണ്ടാമത്തെ ചിത്രമായിരുന്നു ആവേശം. രോമാഞ്ചം എന്ന ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിൽ ചെമ്പൻ വിനോദ് അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് അതിന്റെ ഒരു സ്പിൻ ഓഫ് എന്ന രീതിയിൽ എടുത്തിരിക്കുന്ന ചിത്രമാണ് ആവേശം എന്നാണ് ആദ്യ സമയത്തെല്ലാം അറിയാനായി സാധിച്ചിരുന്നത്. എന്നാൽ ചിത്രം ഇറങ്ങിയതിനു ശേഷം ആ ഒരു ക്യാരക്ടറുമായി കണക്ഷൻ ഒന്നുമില്ലെന്നും ഡ്രസ്സിങ്ങിലും ആഭരണങ്ങളിടുന്ന കാര്യത്തിലും എല്ലാമാണ് ആ ഒരു ക്യാരക്ടറുമായി സാമ്യത തോന്നുന്നതെന്നും അല്ലാതെ പേരിലും കാസ്റ്റിലും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിട്ടാണ് ആവേശത്തിലെ രംഗണ്ണൻ വന്നതെന്നും ചിത്രം കണ്ടതിനു ശേഷം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെ കൂടാതെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റയിലൂടെയും എല്ലാം ഫേമസ് ആയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരെയാണ് ചിത്രത്തിൽ മറ്റ് ലീഡിംഗ് റോളുകളിലേക്ക് സംവിധായകൻ കൊണ്ടുവന്നിരുന്നത്. അതൊഴിച്ചു നിർത്തിയാൽ നീരജ രാജേന്ദ്രനും പൂജ മോഹൻരാജുമാണ് ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചെങ്കിലും ലീഡിംഗ് റോളുകൾ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അതും 2-3 സീനുകളിൽ വരുന്ന ചെറിയ റോളുകളിലേക്ക് മാത്രവും. സോ അവരെയും ഈ ചിത്രത്തിലെ നായിക എന്ന് പറയാൻ കഴിയില്ല. പകരം ഇത് മുഴുവനായും മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമെന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. 8 ഭ്രമയുഗം. 2024 മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തു വന്നിട്ടുള്ള ചിത്രമായിരുന്നു ഇത്. മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മണികണ്ഠൻ തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇതിൽ മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ എന്നിവരെയാണ് ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാനായി സാധിച്ചിരുന്നത്. കൊടുമൻ പോറ്റിയായും ചാത്തനായും മമ്മൂട്ടി വന്നിട്ടുള്ള ഈ ചിത്രത്തിൽ യക്ഷിയായി അമാൽഡ ലിസിന്റെ ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അമാൽഡ ലിസിന്റെ ആ ഒരു ക്യാരക്ടറിന് ചിത്രത്തിൽ ഇമ്പോർട്ടൻസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം 2 മണിക്കൂറും 20 മിനിറ്റുമുള്ള ഈ ചിത്രത്തിൽ വെറും 2 ചെറിയ സീനുകളിൽ മാത്രമാണ് ഈ ഒരു ക്യാരക്ടർ വന്നു പോകുന്നത്. സോ ഒരു പരിധിവരെ ഈ ഒരു ക്യാരക്ടറിനെ ഒഴിവാക്കിക്കൊണ്ട് ചിത്രം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ കൂടി, മറ്റുള്ള 3 കഥാപാത്രങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ചിത്രം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ കൂടി ചിത്രത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാനേ പോകുന്നില്ല. കാരണം അമാൽഡ ലിസിന്റെ ആ ഒരു യക്ഷി എന്ന ക്യാരക്ടറിന് എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് ചിത്രത്തിൽ എടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് മറ്റു ചിത്രങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലെ ആ ഒരു നടിയുടെയും ആ ഒരു ക്യാരക്ടറിന്റെയും കാര്യവും. അവസാനത്തേത് പട. 2022 കമൽ KM സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ചിത്രമായിരുന്നു ഇത്. 1996 നടന്നിട്ടുള്ള ഒരു കളക്ടറെ ബന്ദിയാക്കി എന്നുള്ള സംഭവവുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം വന്നിരുന്നത്. അന്ന് ആ സംഭവത്തിൽ നമ്മൾ അറിയാതെ പോയിട്ടുള്ള പല സംഭവങ്ങളുടെയും സത്യാവസ്ഥ ഇന്നത്തെ ജനങ്ങളെ അറിയിക്കാനായി ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരും പോലീസുകാരുമെല്ലാം തെറ്റായ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ട് ജനങ്ങളെയും പ്രതിരോധിക്കുന്നവരെയുമെല്ലാം എങ്ങനെയാണ് തടയിടുന്നത്, അതിനുശേഷം അവരെ എങ്ങനെയാണ് ചതിക്കുകയും അറസ്റ്റ് ചെയ്യുകയും വേട്ടയാടുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചിത്രത്തിലൂടെ മനോഹരമായി സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ, വിനായകൻ, ജോജു ജോർജ്, ദിലീഷ് പോത്തൻ തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിൽ പ്രധാന റോളുകളിൽ വന്നിരുന്നത്. ഇവരെ കൂടാതെ മറ്റു പല നടിമാരും ചെറിയ ചെറിയ റോളുകളിൽ ചിത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സിനിമകളുടെ കാര്യങ്ങളെ പോലെ ലീഡിംഗ് റോളുകളിൽ എല്ലാം തന്നെ സിനിമയിൽ ഉടനീളം മെയിൽ ആക്ടേഴ്സിനെ മാത്രം കാണുന്നത് കൊണ്ട്, അവരെ ബേസ് ചെയ്തുകൊണ്ട് കഥ പോകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള നടിമാരെല്ലാം ചിത്രത്തിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും നായിക പ്രാധാന്യമുള്ള റോളുകളല്ല കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പോയിട്ടുള്ള ചിത്രങ്ങളോ ഇതുപോലെയുള്ള കണ്ടന്റുകളോ നിങ്ങൾക്ക് വീഡിയോയിലൂടെ സജസ്റ്റ് ചെയ്യാം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.